ഞാൻ എവിടെയാണെന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? യെസ്, ഐ ഹാവ് കം വിത്ത് മൈ ഫാമിലി ടു സീ ഇന്ത്യാസ് ലാർജസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർഫോൾ. എൻട്രി ടിക്കറ്റ് വരുന്നത് വെറും 150 ആണ് പെർ പേഴ്സൺ. ഇനി ഇത് വർത്ത് ആണോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് പിള്ളേർക്കൊക്കെ നല്ല അട്രാക്ഷൻ തോന്നുന്ന ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ കുറേ ഫ്ലവേഴ്സും ബേർഡ്സും ഡ്രാഗൺ ഫ്ലൈസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വിച്ച് ഇസ് പ്രിട്ടി. അവിടെ നിന്ന് ഇനി നമ്മൾ നമ്മുടെ ഹൈലൈറ്റിലേക്ക് പോവാണ്, വിച്ച് ഇസ് ദ വാട്ടർഫോൾ. 2 വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം നമുക്ക് അവിടെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, മറ്റേതാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന വെള്ളച്ചാട്ടം. ഞങ്ങൾ ആ ഫസ്റ്റ് വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോയത്. ആൻഡ് അതിന് അടുത്തേക്ക് നമ്മൾ നടക്കും തോറും നമ്മുടെ മേത്തേക്ക് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വീഴും കേട്ടോ. ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ഫീൽ തന്നെയാണ് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ എന്നുള്ളൊരു ഫീലേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സെക്കൻഡ് ആൻഡ് മെയിൻ വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. ഞാൻ ശരിക്കും ഇത് കാണാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ യൂഷ്വലി കാണുന്ന വീഡിയോസിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. ഇന്നിപ്പോൾ ഞങ്ങളൊരു 5 o'clock ടൈമിന് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്ക് വളരെ കുറവാണ്. സത്യം പറയാലോ, ഈ ചൂട് വെതറിൽ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. പിള്ളേർക്കാണെങ്കിലും അഡൾട്ട്സ് ആണെങ്കിലും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ബിക്കോസ് ഇവിടെ ഒരു ചേഞ്ചിങ് റൂം ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ ഡ്രസ്സും കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഈ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ കിടക്കാം. ഇപ്പം നമ്മൾ ഡേ ടൈം വ്യൂ ആണ് കണ്ടേക്കുന്നത് ഈ വാട്ടർഫോളിൻ്റെ. അപ്പം നൈറ്റ് വ്യൂ ഒന്ന് വേറെ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതും കാണാം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം നേരെ മുമ്പിലേക്ക് പോകുമ്പോൾ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോയി പതുക്കെ നൈറ്റ് ആകുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് ഞങ്ങൾ ഓർത്തു കേട്ടോ. നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നേരെ വന്ന് സ്റ്റക്കായ സ്ഥലമാണത്, ഫാമിലി ഗെയിം. ഇത് ഞാൻ മിക്കയിടത്ത് പോയാലും കാണാറുണ്ട്, ഇങ്ങനെ റിങ് എറിഞ്ഞ് നമ്മളൊരു സാധനം വീഴ്ത്തുക എന്നുള്ളത്. ഒരു ഫൺ എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും. ഞങ്ങൾ കുറേ പ്രാവശ്യം കളിച്ചു നോക്കിയിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം കളിച്ച് നോക്കിയേക്കാം. ഒന്നും കിട്ടിയില്ല ഗൈസ്. ആ സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങളത് വീണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പം സമയം ഒരു 6:30 ആയി. പതുക്കെ ഒരു സൺസെറ്റ് ഗോൾഡൻ ഹവർ ആ ടൈമായി എന്ന് പറയാം. ഞങ്ങളിവിടെ സ്റ്റെപ്പിൽ വന്ന് എല്ലാവരും ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഞങ്ങളും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഡേ ലൈറ്റ് പോകും തോറും വാട്ടർഫോൾ നല്ല ഭംഗി വെച്ച് വരണമായിട്ട് എനിക്ക് തോന്നുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കട്ട വെയിറ്റിംഗ് ആണ് രാത്രി ഉള്ള വാട്ടർഫോൾ വ്യൂസ് കാണാൻ വേണ്ടി. ഇപ്പം അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, അതായത് നമ്മൾ വന്നത് വെയിലുള്ള സമയമായതുകൊണ്ടാണ് ആൾ കുറവ്. ഈ ഒരു ടൈമിലേക്ക് എടുക്കും തോറും തിരക്ക് കൂടുന്നു. ആൻഡ് യെസ്, ഇരുട്ടി തുടങ്ങിയോണ്ട് നമ്മുടെ വാട്ടർഫോളിൽ ലൈറ്റ് ഷോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് DJ ഡാൻസ് ഫ്ലോർ ഉണ്ട്. അവിടെ കുറേ പിള്ളേർ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. രസമായിരുന്നു കേട്ടോ. ഇൻ ഷോർട്ട്, എനിക്കിത് നല്ല വേർത്തായിട്ടാണ് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ദുബായ് ഗ്ലോബൽ വില്ലേജിലൊക്കെ കണ്ടുവരുന്ന ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ കൊച്ചിയിലും കൊണ്ടുവന്നതിന് ബിഗ് താങ്ക്സ് ടു ദം. ശരിക്കും ഒരു അടിപൊളി സമ്മർ ആക്ടിവിറ്റി, സമ്മർ എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പം നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് വന്നോളൂ കേട്ടോ. വന്നവരൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്, ബിക്കോസ് ദേ ആർ ലവിങ് ദി എക്സ്പീരിയൻസ്. ആൻഡ് ഐ തിങ്ക് വീക്കെൻഡ് വരുന്നേക്കാളും നിങ്ങൾ വീക്ക് ഡേ നൈറ്റാണ് വരണമെങ്കിൽ തിരക്ക് കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. 150 രൂപ ടിക്കറ്റിന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവരും വിളിച്ചുകൊണ്ട് പൊക്കോട്ടോ. അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങി ഞങ്ങൾ കുറച്ചും കൂടെ ഹാപ്പി ആവാൻ വേണ്ടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ചിയാങ്ങിലേക്കാണ് വന്നേക്കുന്നത്. നല്ല ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും
ഡ്രാഗൺ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് നല്ല തട്ട് തട്ടിയിട്ട് ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഐ ഹോപ്പ് യു എൻജോയ് ദ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.